Okay, the question is this: if Z is the partition function of one-dimensional harmonic oscillator with energy n plus half h cos omega, നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്കൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി ഐഗൺ വാല്യൂസ് ആണ് n plus half h cos omega എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഇറ്റ്സ് ഈസി ബിക്കോസ് ദേ സേ ഇറ്റ്സ് വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. വൺ ഡയമെൻഷൻ ആയതുകൊണ്ട് വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഡീജനറസി. ഓക്കെ, energy levels are not degenerate. For one-dimensional harmonic oscillator, you know that the energy levels are not degenerate. For three-dimensional harmonic oscillator, there is some degeneracy, and you'll have to be more careful. Okay, let's do the first one-dimensional case first. First question is, what is the probability that the system has energy h cos omega by 2? What's the probability that system has energy h cos omega divided by 2? ഒരു സിസ്റ്റത്തിന് എനർജി എച്ച് കോസ് ഒമേഗ ബൈ 2 ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ചോദ്യത്തിന് വേറെ രീതിയിൽ ചോദിക്കാം. എച്ച് കോസ് ഒമേഗ ബൈ 2 എന്നുള്ള എനർജി ഉള്ള സ്റ്റേറ്റിലെ സിസ്റ്റം ആയിരിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? അതാണ് ആക്ച്വലി നമ്മുടെ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. ഓക്കെ, you can multiply that probability with the number of states with that energy. Okay, അതിനെ number of states with that energy states കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ you will get the probability for measuring a value. Okay, let's say you'll get the probability that the system has a energy h cos omega by 2. Alright, പക്ഷേ ഇവിടെ നമുക്കറിയാം number of systems with h cos omega by 2 with energy h cos omega by 2 is 1. There is no degeneracy. Okay, no degeneracy. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നതും ആ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് എനർജി കണ്ടുപിടിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നതും എക്സാക്ട്ലി സെയിം ആണ്. ഓക്കെ, അതുകൊണ്ട് ഒരു എക്സ്ട്രാ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അവിടെ ഡീജനറസി ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താറിയാം? നമുക്കറിയാം ഈ എനർജി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ഐക്ക് പ്രൊപ്പോർഷനിലാണ്. എന്തേഴ്സ് എ നോർമലൈസേഷൻ ഫാക്ടർ. നോർമലൈസേഷൻ ഫാക്ടറിനെ നമ്മൾ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെഡ് ഇറ്റ്സ് ഓൾറെഡി ഗിവൺ. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ഐ ഡിവൈഡ് ബൈ സെഡ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പി ഓഫ് ഇ ഐ. ഓക്കെ, ഇഫ് ദർ ഇസ് നോ ഡീജനറസി, ആക്ച്വലി ഇവിടെ ദർ ഇസ് ഓൾസോ ഫാക്ടർ omega of ei here. ഇവിടെ omega of ei കൂടെ ഉണ്ട്. അല്ലെ g of ei എന്ന് പറയാം, gi എന്ന് പറയാം. there is also a factor gi here. ഓക്കെ, ഇതിന്റെ മീനിങ് ഓക്കെ വേണം നമുക്ക് omega of ei എന്ന് തന്നെ എഴുതാം. ഓക്കെ, ആക്ച്വലി ഇങ്ങനെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. ഓക്കെ, p of ei എന്നുള്ളതിന്. ബട്ട് ഇൻ വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ കേസ് ദിസ് omega of ei is equal to 1. ഓക്കെ, എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേറ്റേ ഉള്ളൂ. ഓക്കെ, ഇനി ഇ ഐ എന്ന് പറയുന്നത് എച്ച് കോസ് ഒമേഗ ബൈ 2 ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇ ഐ ഇസ് ഈക്വൽ ടു എച്ച് കോസ് ഒമേഗ ബൈ 2. ഓക്കെ, ആൻഡ് യു ഗെറ്റ് ദിസ് റിസൾട്ട് ഇ റേസ്ഡ് ടു മൈനസ് എച്ച് കോസ് ഒമേഗ ഡിവൈഡ് ബൈ 2 kT. ഓക്കെ, നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഇസ് എ പാർട്ടീഷൻ ഫംഗ്ഷൻ which is given divided by z. So this is the answer to the first question. P of e I is equal to e raised to minus h cos omega by 2 kT divided by z. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കേസാണ് എടുത്തത്. ഡീജനറസി ഉണ്ടെങ്കിൽ ആ ഡീജനറസി ഫാക്ടർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, യു വിൽ ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിത്ത് ദ സെയിം എനർജി. ഓക്കെ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക്, കാരണം പ്രോബിലിറ്റി ഓഫ് എനർജി ആണ് ചോദിച്ചത്, പ്രോബിലിറ്റി ഓഫ് മൈക്രോ സ്റ്റേറ്റ് അല്ല ചോദിച്ചത്, പ്രോബിലിറ്റി ഓഫ് എനർജി ആണ് ചോദിച്ചത്. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് generally. In this case, these are exactly the same. Okay, because the energy completely specifies the state of the system. Okay, energy മാത്രം പറഞ്ഞാൽ ഏത് സ്റ്റേറ്റ് ആണെന്നുള്ള കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ആണ്. അതിനാണ് നമ്മൾ ഡീജനറസി ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, okay. What's the probability that the system has energy lower than 4h cos omega? What's the probability the system has energy lower than 4h cos omega? 4h cos ഒമേഗയേക്കാളും കുറവാണ് എനർജി നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ എനർജി ലെവൽസ്, ഏതൊക്കെ എനർജി വാല്യൂസ് പോസിബിൾ ആണ്? h cos omega by 2 arm, this corresponds to n equal to 0. Okay, 3h cos omega by 2 arm, this corresponds to n equal to 1. This corresponds to n equal to 2. This corresponds to n equal to 3. Right, 7h cos omega by 2. 7 by 2 എന്ന് പറയുന്നത് 4നേക്കാളും കുറവാണ്. It's 3.5. Right, ഇനി അടുത്ത നമ്മൾ നോക്കണം. n equal to 4 എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചു? n equal to 4 എടുക്കുകയാണെങ്കിൽ this becomes 9 by 2 h cos omega. അപ്പോൾ n equal to 4 നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4h cos omegയേക്കാളും കുറഞ്ഞ എനർജി കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കിട്ടാനുള്ള പ്രോബിലിറ്റി പറഞ്ഞാൽ ഇറ്റ് കുഡ് ബി ഇൻ ദിസ് സ്റ്റേറ്റ്, ഇറ്റ് കുഡ് ഹാവ് ദിസ് എനർജി ഓർ ദിസ് എനർജി ഓർ ദിസ് എനർജി ഓർ ദിസ് എനർജി, അല്ലേ? ഓർ ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 4h cos omega എന്ന് പറഞ്ഞാൽ ഇറ്റ് കുഡ് ബി എനി ഓഫ് ദീസ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം P
P of A or B എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു P of A plus P of B അല്ലേ? P of A plus P of B. That's a basic rule with probabilities. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയുള്ള പ്രോബിലിറ്റി എടുക്കുക, അതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ you will get the total probability that the energy is less than 4h cos omega. Okay, അതാണ് P of E less than 4h cos omega is equal to e raised to minus h cos omega by 2 kt. Okay, plus e raised to minus 3h cos omega by 2. കാരണം ഈ ഏത് സ്റ്റേറ്റിലാണെങ്കിലും നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഈ 1, 2, 3, 4 ഈ 4 സ്റ്റേറ്റിൽ ഏതിൽ ഒന്നിലാണെങ്കിലും ഇതിലേതെങ്കിലും ഒരു എനർജി വാല്യൂ ആണെങ്കിലും ഈ കണ്ടീഷൻ ലെസ് ദാൻ 4h cos omega എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എല്ലാ പ്രോബിലിറ്റീസ് എടുത്ത് ആഡ് ചെയ്താൽ മതി. റൈറ്റ്, e raised to minus h cos omega by 2 kt, e raised to minus 3h cos. ഓക്കെ, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുന്നതാണ് നല്ലത്. റൈറ്റ്, and what's the normalization factor? It's set for all things. Okay, ഇനി എന്താണ് ചോദ്യം? What's the probability that the energy is greater than 4h cos omega? Okay, അപ്പോൾ energy greater than 4h cos omega എന്ന് പറയുമ്പോൾ നമുക്കറിയാം there are large number of states. There could be a large number of states with energy greater than 4h cos omega അല്ലേ? ഇപ്പോൾ n equal to 4, n equal to 5, n equal to 6, n equal to 7, n equal to 8 ഇതെല്ലാം എനർജി ഗ്രേറ്റർ ദാൻ 4h cos omega. അപ്പർ ലിമിറ്റ് ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കൊരു ട്രിക്ക് ഉപയോഗിക്കാം. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ് നമുക്കറിയാം അല്ലേ? ടോട്ടൽ പ്രോബിലിറ്റി നമുക്ക് 1 ആണെന്ന് അറിയാം. ഓക്കെ, ഇത് പ്രോബിലിറ്റി ദാറ്റ് എനർജി ഇസ് ലെസ് ദാൻ 4h cos omega. ഓക്കെ, അപ്പൊ പ്രോബിലിറ്റി മൊത്തം സ്റ്റേറ്റ്സിനെ ഈ കണ്ടീഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. വി ആർ ഡിവൈഡിങ് ദ സിസ്റ്റം ഇൻടു P of E less than 4h cos omega and P of E greater than 4h cos omega. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോബിലിറ്റി കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടണം? ദിസ് ഹാസ് ടു ബി ഈക്വൽ ടു 1. നമുക്ക് എന്ത് ചെയ്യാം? P of E greater than 4h cos omega is 1 minus P of E less than 4h cos omega എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, ദാറ്റ്സ് ദ ആൻസർ ഹിയർ. Okay, I hope this is clear. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങാം. ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ്. നമുക്ക് ഇവിടെ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ. ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോണോആറ്റോമിക്. ഉദാഹരണം ലെറ്റ്സ് ഓൾസോ കൺസിഡർ ദാറ്റ് ഇറ്റ് ഈസ് മോണോആറ്റോമിക്. ഐഡിയൽ എന്ന് പറയുന്നത് നമുക്ക് ഇന്ററാക്ഷൻ തമ്മിലുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഇന്ററാക്ഷൻ ഒന്നുമില്ല, സീറോ ആണ്. അപ്പൊ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മാത്രമാണ്. നോ പൊട്ടൻഷ്യൽ എനർജി. സോ ടോട്ടൽ എനർജി ഓർ ഹാമിൽട്ടോണിയൻ ക്യാൻ സിംപ്ലി ബി റിട്ടൺ സം ഓവർ I equal to 1 to n pi square divided by 2m. Okay, pi square divided by 2m. കാരണം p square by 2m എന്ന് പറയുന്നതാണ് ഇതിന്റെ എന്താണ് p square by 2m എന്ന് പറയുന്നതാണ് ഇതിന്റെ kinetic energy, right? Kinetic energy. But actually, you should think of it as a vector, p vector square. Okay, either you should consider it as a vector here. Okay, you have one more summation. Okay, over all components. Okay, sum alpha equal to 1 to 3. എങ്ങനെ വേണമെങ്കിലും എഴുതാം. You just imagine this a vector. That's easier. Okay. Alright, so partition function നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട്. നമുക്ക് ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ടെങ്കിൽ പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് ചെയ്താൽ മതി. 1/n factorial h raised to 3 and we can consider it as a multiplicity. Okay, e raised to minus beta 2m sum over I pi square. Okay, and product I equal to 1 to n d cube qi d cube pi. എന്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്? കാരണം ഓരോ പാർട്ടിക്കിൾ I എന്ന് പറയുന്ന ith പാർട്ടിക്കിൾ, ഓരോ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഫാക്ടർ ഉണ്ട്. there are n particles. Okay, അതായത് നമുക്ക് d cube q1 d cube p1 for the first particle. Okay, d cube q2 d cube p2 for the second particle, etc. Okay, അതെല്ലാം കൂടെയാണ് ഈ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. there are so many integrals. നമ്മൾ ഒറ്റ ഇന്റഗ്രൽ സൈൻ ഇട്ടിട്ടുള്ളൂ, but there are n number of integrals. Okay, ഇത് എനർജി നമ്മൾ ഹാമിൽട്ടോണിയൻ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഓക്കെ, 1/2 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ സമ്മേഷനിൽ നിന്ന് പുറത്തെടുക്കാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഫംഗ്ഷൻ അല്ലെ, ഈ ഫംഗ്ഷൻ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓൺലി ഓഫ് പി, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓൺലി ഓഫ് ദ മൊമെന്റം. അപ്പോൾ ഈ പൊസിഷൻ, ഓക്കെ, എന്താണ് ഇന്റഗ്രേഷൻ ഓവർ ദ പൊസിഷൻ കോർഡിനേറ്റ്സ് ഓർ ഇന്റഗ്രേഷൻ ഓവർ ദ കോർഡിനേറ്റ്സ് ഇസ് ട്രിവിയൽ. കാരണം ഇതിൽ കോർഡിനേറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് മാത്രം ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഇന്റഗ്രൽ ഡി ക്യൂ
Q1 ഒരു ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മാത്രം Q1 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പാർട്ടിക്കിളിനെ മാത്രം ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, ദിസ് ഇസ് V. That's a volume, right? You integrate over അതായത് സ്പേസിന്റെ വോളിയാണ്, ഫേസ് സ്പേസിന്റെ വോളിയം അതിലുള്ള സ്പേസിന്റെ വോളിയാണ്. ഓക്കെ, അതിൽ d cube Q2 എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു V കിട്ടും, എറ്റ്സെട്ര. ഓക്കെ, സോ ടോട്ടൽ വോളിയം ദാറ്റ് ഇന്റഗ്രേഷൻ സിംപ്ലി ഗിവ്സ് യു V raised to n. ഓക്കെ, അപ്പോൾ ആ ഇന്റഗ്രേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. ബാക്കി ഇന്റഗ്രേറ്റ് 0 to infinity e raised to minus pi square by 2m t. ഓക്കെ, dpi whole raised to 3n. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയ ഇതാണ്. ഇവിടെ സം ഓവർ ഐ പി ഐ സ്ക്വയർ എന്നുണ്ട് അല്ലേ, ഇവിടെ സം ഓവർ ഐ പി ഐ സ്ക്വയർ നമുക്ക് ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പൊ ഇതിനെ നമുക്ക് എളുപ്പത്തിൽ ഫാക്ടർ ചെയ്യും, ഇന്റഗ്രലിനെ എളുപ്പത്തിൽ ഫാക്ടർ ചെയ്തെടുക്കാം. ഓക്കെ, അതിൽ ഒരു ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ റേസ് ടു മൈനസ് ബീറ്റ ബൈ 2m. ഓക്കെ, പി ഐ സ്ക്വയർ ഡി ക്യൂ പി ഐ. ഇത് 1 ആവാം. ഇത് ഈ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ 3 കോർഡിനേറ്റ്സ് ആണ്. ജസ്റ്റ് പി വെക്ടർ എന്ന് എഴുതാം. P1 തൽക്കാലം ഇങ്ങനെ എഴുതാം, ദിസ് ഇസ് ബെറ്റർ. ഓക്കെ, ജസ്റ്റ് സോ ദാറ്റ് വി ഡോണ്ട് ഫോർഗെറ്റ് ദിസ്. ഓക്കെ, ഇങ്ങനെയുള്ള n ഇന്റഗ്രൽസ് ആണുള്ളത് അല്ലേ. ഇത് ഫസ്റ്റ് പാർട്ടിക്കിൾ, അതുപോലെ സെക്കൻഡ് പാർട്ടിക്കിൾ, അതുപോലെ തേർഡ് പാർട്ടിക്കിൾ. പക്ഷെ ഇതെല്ലാം മൊമെന്റം സ്പേസിലുള്ള ഇന്റഗ്രേഷൻ, ഒരേ ക്വാണ്ടിറ്റിയുടെ മൊമെന്റം സ്പേസിലുള്ള ഇന്റഗ്രേഷൻ ആണ്. റൈറ്റ്, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ e raised to minus beta by 2m p vector square d cube p vector, okay, whole raised to n എഴുതാം അല്ലേ. കാരണം ഈ P1 എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് വാട്ട് ഡു യു സേ ഇന്റഗ്രേഷൻ ഓവർ P1, ഇന്റഗ്രേഷൻ ഓവർ ഓൾ പോസിബിൾ മൊമെന്റം. ഓക്കെ, അപ്പൊ മൊമെന്റം സ്പേസിന്റെ മൊത്തം യു ഇന്റഗ്രേറ്റ് ദിസ് ഓവർ ഓൾ ദ മൊമെന്റം സ്പേസ്. ഓക്കെ, ഇനി ഇവിടെ P1 പകരം P2 എന്നിട്ടാൽ യു ആർ ഡൂയിങ് എക്സാക്ട്ലി ദ സെയിം തിങ്, യു ആർ ഇന്റഗ്രേറ്റിംഗ് ഓവർ ദ എൻറ്റയർ മൊമെന്റം സ്പേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എത്ര ഇന്റഗ്രൽസ് ഉണ്ട്? യു ഹാവ് ഗോട്ട് n ഇന്റഗ്രൽസ് ആൻഡ് ആഫ്റ്റർ ഇന്റഗ്രേഷൻ ഓൾ ഓഫ് ദം ഹാവ് ദ സെയിം വാല്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ റേസ് ടു n എന്ന് എഴുതാം. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ഈ P1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി P1 വെക്ടർ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, P1 x സ്ക്വയർ പ്ലസ് P1 y സ്ക്വയർ പ്ലസ് P1 z സ്ക്വയർ അല്ലേ. കാരണം 3 കോമ്പോണൻസ് ഉണ്ട്, x കോമ്പോണന്റ്, y കോമ്പോണന്റ്, z കോമ്പോണന്റ്. അപ്പോൾ P വെക്ടർ സ്ക്വയർ എന്ന് പറയുമ്പോൾ Px സ്ക്വയർ പ്ലസ് Py സ്ക്വയർ പ്ലസ് Pz സ്ക്വയർ ആണ്. ഓക്കെ, അതുകൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? അഗെയിൻ ദീസ് ആർ എക്സാക്ട്ലി സെയിം ഇന്റഗ്രൽസ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ d ക്യൂബ് P1 വെക്ടർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? d ക്യൂബ് P1x d ക്യൂബ് P1y d ക്യൂബ് P1z. ഓക്കെ, ഇതിനോട് d ക്യൂബ് P1x മാത്രം ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് എക്സിന്റെ ഭാഗം മാത്രം d ക്യൂബ് P1x മാത്രം ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം. സോ ദിസ് ഇസ് ആൻ ഇന്റഗ്രേഷൻ ഓവർ ഓൾ ദ എക്സ് മൊമെന്റം. ഓക്കെ, മൊമെന്റം സ്പേസിലെ എക്സ് കോമ്പണന്റ് മാത്രം ഇന്റഗ്രേറ്റ്, ഇത് y കോമ്പണന്റ് മാത്രം. ഇതെല്ലാം എക്സാക്ട്ലി വീണ്ടും സെയിം ആണ്. Okay, these are all exactly the same. കാരണം you are integrating over all the phase space. അപ്പോൾ ഇതെല്ലാം വീണ്ടും എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് എഴുതാം? ഇറ്റ്സ് e raised to minus beta by 2m P1 സ്ക്വയർ, ഇവിടെ വെക്ടറിന് പകരം P1 സ്ക്വയർ d ക്യൂബ് P1 എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? 3n എഴുതാം. ഓക്കെ, കാരണം ഓരോ കോമ്പണന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വീണ്ടും നമുക്ക് ഓരോ കോമ്പണന്റ് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ എക്സാക്ട്ലി സെയിം ആണ്. സോ ഇറ്റ്സ് ജസ്റ്റ് ആൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സോ മെനി ഇന്റഗ്രൽസ്. ഓക്കെ, അതാണ് ഇവിടെ ഫൈനലി ചെയ്തിരിക്കുന്നത്. ഇന്റഗ്രൽ 0 to infinity e raised to minus pi square by 2m dpi. It could be for ith particle, any ith particle. Ith particle ഏതൊരു ഒരു കോമ്പണന്റ് മാത്രമാണ് ഈ pi square. It could be pix, no problem. Okay, and then raised to 3n. Okay, അപ്പോൾ ഈ ഇന്റഗ്രേഷൻ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനെ ഫാക്ടർ ചെയ്തെടുക്കാം. ഫാക്ടർ ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് എഴുതാം ഈ ഇന്റഗ്രേഷൻ എന്ത് എഴുതാം? ഈ ഒറ്റ ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ചാൽ മതി, ഇതിന്റെ ഹോൾ റേസ് ടു 3n എന്നുള്ള രീതിയിൽ. ഇനി ഈ ഇന്റഗ്രേഷൻ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇന്റഗ്രേഷൻ ആണ്. നമ്മൾ ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 1/kt എന്ന് പറയുന്നത് ബീറ്റ ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, e raised to this is e raised to minus beta pi square divided by 2m എഴുതാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് ഓഫ് ബീറ്റ ബൈ 2m അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ബീറ്റ pi square by 2m is equal to x square എന്ന് എഴുതാം. ജസ്റ്റ് ഫോർ സിംപ്ലിഫിക്കേഷൻ റൈറ്റ് ഇറ്റ് ആസ് x square. ഓൾറൈറ്റ്, ആക്ച്വലി അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. You can write it as x square. Okay, then this becomes e raised to minus x square dx and there will be some other factor. Okay, or you can remember that there is this formula. Okay, ഇത് ഗോഷ്യൻ ഫംഗ്ഷന്റെ ഒരു ബേസിക് ഫോർമുലയാണ്.
ഈ ഒരു ഫോർമുല മെമ്മറൈസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, if you have an integral of the form integral dx e raised to minus ax square, that's equal to square root of pi by a. Okay, how do you prove this? Okay, I don't prove that here, but you can either use the gamma function ഉപയോഗിച്ച് ഇത് പ്രൂവ് ചെയ്യാം, എളുപ്പമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ ഇ റേസ് ടു മൈനസ് ഇന്റഗ്രൽ ഡി എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതിനെ ഒരു പോളാർ സ്പേസിലുള്ള ഫുൾ ഇന്റഗ്രേഷന്റെ സ്ക്വയർ റൂട്ട് ആയിട്ട് എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ദ ഫൈനൽ ആൻസർ ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ഓഫ് പൈ ബൈ എ. ഓക്കെ, ആ റിസൾട്ട് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ യു ഗെറ്റ് എ പാർട്ടീഷൻ ഫംഗ്ഷൻ ക്യൂ എൻ ഇസ് ഈക്വൽ ടു 1 by n factorial. You just rearrange this thing, v by h cube 2 pi mkt raised to 3 by 2 whole raised to n. Okay, that's you can check this. All right, ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. You can make a substitution like this, or you can directly use this formula of square root of pi by a. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന പോലെ dx e raised to minus x square എന്ന് പറയുന്നത് square root of pi. Okay, you can, as I said, you can prove using gamma functions, etc. Okay, all right, that's how you do it. You've got the partition function. In a partition function കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? Helmholtz free energy calculate ചെയ്യാം. Helmholtz free energy calculate, it's minus kt log qn of vt. Just do that. Okay, ഇവിടെ നമ്മൾ സ്റ്റെർലിംഗ് ഫോർമുല അപ്ലൈ ചെയ്യണം. കാരണം ഇവിടെ 1 by n factorial ഉണ്ട്. അപ്പോൾ ഇതിന്റെ ലോഗ് എടുക്കുമ്പോൾ സ്റ്റെർലിംഗ് ഫോർമുല അപ്ലൈ ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ദിസ് ആൻസർ. ഓക്കെ, ആക്ച്വലി ഐ വാണ്ട് യു ടു ഡു ദീസ് സ്റ്റെപ്സ്. ഓക്കെ, ഈ സ്റ്റെപ്സ് ചെയ്യുന്നത് വളരെ ട്രിവിയൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെ കൃത്യം ചെയ്യുന്നത് പറയുന്നില്ല. ഈ ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇതെല്ലാം ചെക്ക് ചെയ്യണം. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്ത് ഇത് കിട്ടുന്നുണ്ടോ നോക്കണം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ ലോഗ് എടുക്കുക, സ്റ്റെർലിംഗ് ഫോർമുല ഉപയോഗിക്കുക. ലോഗ് എൻ ഫാക്ടോറിയൽ n log n മൈനസ് n എന്നുള്ള ഉപയോഗിക്കുക. അത് കഴിയുമ്പോൾ ഇത് കിട്ടുന്ന കാണാം. Okay, so I want you to do this. അത് സ്റ്റെപ്സ് മുഴുവൻ പറഞ്ഞു തരുന്നതിൽ അർത്ഥമില്ല. You can try that. അതുപോലെ കെമിക്കൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. It's simply dou A by dou n. We have the recipe. Okay, we have the recipe. We can just do it. Okay, pressure is minus dou A by dou V. You see that it's nkt divided by V. Entropy, it's minus dou A by dou T. Okay, so you get all these things. Okay, it's easy. കാരണം ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാവുന്ന എളുപ്പമാണ്, അല്ലെ? ഇന്റഗ്രേഷൻ ചെയ്യുന്നതാണ് ബുദ്ധിമുട്ട്. ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള റൂൾ ഉണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ ഓക്കെ ഇനി ഒരേ ഒരു കാര്യം മാത്രം. നമ്മൾ പി നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പി വി ഇസ് ഈക്വൽ ടു എൻ കെ ടി എന്നുള്ള റിസൾട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഐഡിയൽ ഗ്യാസിന് എന്താ അറിയാം? പി വി ഇസ് ഈക്വൽ ടു, സോറി ഇവിടെ ക്യാപിറ്റൽ എന്നാണ് അല്ലേ, എൻ ആർ ടി. ഇങ്ങനെ റിസൾട്ട് നമ്മൾ തെർമോഡൈനാമിക്സ് റിസൾട്ട് ആണ്. ഇതിനെ ഗ്യാസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് റിസൾട്ട് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് രണ്ടും സെയിം ആണെന്ന്, ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നതിലൂടെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് ടേംസിൽ എഴുതാത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലേ? നമ്പർ ഓഫ് മോൾസ്, അതായത് എത്ര അവോഗാഡ്രോ നമ്പർ ഓഫ് ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? അങ്ങനെ എത്ര മോൾസ് ഉണ്ട് എന്നുള്ളതാണ് ഈ സ്മോൾ എൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ കെ ടി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? കെ ഇസ് ഈക്വൽ ടു എൻ ബൈ എൻ ഇൻറ്റു ആർ അല്ലേ? ഇവിടെ ടി ഇല്ല. സോ കെ ഇസ് ഈക്വൽ ടു എൻ ബൈ എൻ ഇൻറ്റു ആർ. ഓൾറൈറ്റ്, എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് അല്ലേ? ദാറ്റ്സ് നമ്പർ ഓഫ് മോൾസ് മൾട്ടിപ്ലൈഡ് ബൈ എൻ എ, അവോഗാഡ്രോ നമ്പർ അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ number of moles multiplied by Avogadro number will give you the total number of molecules. Okay, അപ്പോൾ ഇവിടെ n by small n by capital N എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, n by n is equal to 1 by n a. Okay, അതാണ് ഇവിടെ ഉപയോഗിച്ചത്, n by n is equal to 1 by n a. From here you see that, so it's r by n a. So you see that the Boltzmann constant is the gas constant, the universal gas constant divided by the Avogadro number. Okay, that's a relation. Where small n is the number of moles, r is the universal gas constant, n a is the Avogadro number. Okay, so we have identity. നമ്മൾ ഇത്ര സമയം k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി അവിടെ ഉണ്ടാകാവുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ സങ്കല്പിച്ചത്. ഓക്കെ, അത് എന്താണെന്ന് ഇപ്പോഴാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് ഐഡിയൽ ഗ്യാസിന്റെ ഇത് പഠിച്ചു. നമുക്ക് ഓൾറെഡി തെർമോഡൈനാമിക്സിൽ നിന്ന് ഐഡിയൽ ഗ്യാസിന്റെ റിലേഷൻസ് അറിയാം, ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അറിയാം. ഓക്കെ, പി വി സി തന്നെ. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നതിലൂടെ വി ഹാവ് ഫൈനലി ഡിറ്റർമിൻഡ് what we mean by the relation between the Boltzmann constant and the universal gas constant. Okay.
Right, you can find the internal energy like that. You see that it follows this 3/2 NKT, etc. Okay, there are more problems, but for today we'll wind up with that. So you please go through these problems, and we can continue in the next class. Thank you.